ഹലോ ഗൈസ്, ഇത് ഞങ്ങൾ മഞ്ചേരി സിൽവാൻ ടീം. സ്വപ്പം മ്യൂസിക് കേൾക്കാം. ഓനോട് പാടില്ല, പാടുമ്പോ ഒരാൾ സ്ലിപ്പാക്കുകയും ചെയ്യും. പാടാൻ സൗകര്യത്തിന് പാടെങ്കിലും കൊണ്ടുപോയി. ഞാൻ നേരത്തെ ഫ്ലോറിൽ വരും. നമ്മൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും പാടില്ല. അതാണ് നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഫ്രണ്ട്സ്, ഇവിടെ സിൽവാനെ കുറിച്ച് പറയുമ്പോൾ വളരെ അഭിമാനകരമായ നിമിഷങ്ങൾ. അതിന്റെ ഫ്ലോ അങ്ങ് പോയല്ലോ. മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളി അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ. ഗുരുഭക്തി ഒന്നുമല്ല, ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ, തടസ്സങ്ങളില്ലാണ്ട് പോണല്ലോ. സിൽവാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു സ്ഥാപനമായിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഞാനൊരു വീടായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഓരോരുത്തരുടെ ജ്യേഷ്ഠന്, അനിയന്, പെങ്ങന്മാരായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഫ്രണ്ട്സ്, എന്തുകൊണ്ടും വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് സിൽവാനിലുള്ളത്. അപ്പം നമ്മളത് എന്താ ഷൈട്ട് പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗിക്കുക. നല്ല ഫ്രീഡം നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ? ഇവിടെ എങ്ങനെയാണ്? ഉഷാറാണ്. നല്ല സ്റ്റാഫുകള്, നല്ല മാനേജർ, നല്ല അറ്റ്മോസ്ഫിയറാണ്. അയ്യോ, ഞാൻ ബാച്ചിലറാ. ഈ ചായക്കടയാണ് ഈ നാടിന്റെ ന്യൂസ് പേപ്പർ. ഇവിടെയുള്ള നമ്മുടെ സംസാരത്തിൽ നിന്ന് വേണം ആ കൊട്ടാരത്തിൽ പ്രേതവും പിശാചവും ഒന്നുമില്ലെന്ന് നാട്ടുകാർ ബോധ്യപ്പെടാൻ. റിസപ്ഷനിസ്റ്റിനെ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളെ സ്വന്തം അമ്പിളിയേച്ചി. വലിയ വിചാരിച്ച ഇവിടെ എന്താ നടക്കാത്തത്? ഈ സൗന്ദര്യത്തിന് മുന്നിൽ മയങ്ങി വിടാതെ ഏതെങ്കിലും ആരാജകന്മാരുണ്ടാവോ? അപ്പൊ ചേച്ചി പറയും, എങ്ങനെയുണ്ട് ഇവിടെ? സത്യം പറഞ്ഞാൽ ഇവിടെ അടിപൊളിയാണ്, ഹാപ്പിയാണ് എല്ലാ കാര്യത്തിലും. ഓക്കെ, അരുണി മണികളുടെ ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോട്ടല്ലോ. ഇവരത് എങ്ങനെ മണത്തറിഞ്ഞു? വേറെ ലെവലാണ്. നമുക്ക് ഇത്ര വർക്ക് ചെയ്യാൻ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കമ്പനി ഒരുക്കി തരുന്നത്. അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലൊന്നും തളരാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അസീബിനെ കാണിച്ചു കൊടുക്കും. എല്ലാവർക്കും എന്നെ മതി. അസീബിനെ പോലെ നല്ല വ്യക്തികളൊക്കെ നമ്മളെ കൂടെ ഉള്ളത് നല്ലൊരു കമ്പനിക്ക് നല്ലൊരു മുന്നേറ്റമാണ്. എല്ലാവരും അടിപൊളിയാണ്. പിന്നെ ഞാനും അടിപൊളിയാണ്. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ. ഈശ്വര, എന്തൊരു ചൈതന്യം. ഞങ്ങളിവിടെ അടിപൊളിയാണെന്ന് വരെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ആശാന്റെ കഴി വെച്ച് നോക്കുമ്പോ